PSC മെമ്പർമാരുടെ എണ്ണത്തിൽ UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി കേരളം. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങൾ. ശമ്പളക്കാര്യത്തിലും UPSCയെ വരെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും അംഗങ്ങളും. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, PSC മെമ്പർമാരുടെ എണ്ണം അത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും കേരളം ഇക്കാര്യത്തിൽ മറികടന്നിരിക്കുന്നു അല്ലേ? നിഖിൽ, അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിലെ PSCയെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ഏതാണ്ട് 20 അംഗങ്ങളാണ്. അതിൽ ചെയർമാൻ അടക്കം 20 പേർ സംസ്ഥാന PSCയെ നിയന്ത്രിക്കുന്നു. അതിൽ 14 പേരും CPM ആളുകളാണ്, അല്ലെങ്കിൽ CPMന്റെ നോമിനികളാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളത് ഘടകകക്ഷികളുടെ നോമിനികളായും പ്രവർത്തിക്കുന്നു. ഇത് സംസ്ഥാന PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ലഭ്യമായിട്ടുള്ള വിവരമാണ്. എന്നാൽ നമ്മളിപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് IASഉം IFSഉം അടക്കമുള്ള പരീക്ഷകളിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസികളൊന്നായ UPSCയിൽ ആകെയുള്ളത് 7 അംഗങ്ങൾ മാത്രമാണ്. ഇത് ചെയർമാൻ അടക്കമാണ് 7 അംഗങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തരം നമുക്ക് ഇപ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകുന്നുണ്ടാകും. കാരണം കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തുള്ളത് 20 അംഗങ്ങൾ, UPSC പോലെയുള്ള ഒരു സംവിധാനത്തിലുള്ളത് ആകെ 7 അംഗങ്ങൾ. എന്നാൽ കേരളത്തിന് ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളത് കർണാടകയാണ്. കർണാടകയിലാകട്ടെ 16 അംഗങ്ങളാണ് PSCയിലുള്ളത്. ഈ മറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ നിയമനമാണ്, നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. എന്തായാലും പിന്നീടുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ പോലും എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ ഏറെ താഴ്ന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമെല്ലാം 8 PSC അംഗങ്ങളാണുള്ളത്. ഗുജറാത്തിൽ അത് 7, ഹരിയാനയിലും തെലങ്കാനയിലും 6, ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 5, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 5 പേർ മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇത് വീണ്ടും താഴുമെന്നുള്ളതാണ്. വീണ്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ വലിയ സംസ്ഥാനങ്ങളിൽ പോലും PSC അംഗങ്ങളുടെ എണ്ണം ഇത്രയധികം കുറവായിരിക്കുമ്പോഴാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, 4 കോടി ജനങ്ങൾ മാത്രമുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയധികം PSC അംഗങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഇവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ വിവാദങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതിനൊപ്പം ഈ ശമ്പള വിഷയം കൂടി പരിശോധിക്കുമ്പോഴാണ് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ അംഗങ്ങൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ നിയമന നിരോധനമടക്കം നിലനിൽക്കുന്നു എന്ന് വ്യക്തമായ ഒരു സംസ്ഥാനത്ത്, പല PSC ലിസ്റ്റുകളിൽ പോലും 3-1 മാത്രം നിയമനം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയധികം PSC അംഗങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ അതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ നൽകേണ്ടി വരുന്നത് കൊണ്ട് മാത്രമെന്നേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്തതാണ്, സംസ്ഥാനത്തെ പല PSC റാങ്ക് ലിസ്റ്റുകളിലും നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. ചില ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾ നൽകേണ്ട എന്ന് വകുപ്പ് മേധാവികൾ പോലും നിർദ്ദേശം നൽകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോഴാണ് ഇത്രയധികം PSC അംഗങ്ങൾ, അവർക്കെല്ലാം ലക്ഷങ്ങൾ വെച്ച് ശമ്പളം, അത് സർക്കാരിന് തോന്നുമ്പോഴെല്ലാം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി ഈ ശമ്പളക്കാര്യത്തിലേക്ക് കൃത്യമായി വരികയാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോഴും UPSC ചെയർമാന് ലഭിക്കുന്നതിലും കൂടുതൽ ശമ്പളമാണ്, അലവൻസുകളടക്കം കേരളത്തിലെ PSC ചെയർമാന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൻ്റെ ഒരു കണക്കിങ്ങനെയാണ്. UPSC ചെയർമാന്റെ ശമ്പളം അലവൻസുകൾ കൂട്ടിയാലും 3.5 ലക്ഷം മാത്രം നിൽക്കുന്നു. അംഗങ്ങൾക്കാവട്ടെ അലവൻസുകൾ അടക്കം ലഭിക്കുന്നത് 3.25 ലക്ഷം മാത്രം. എന്നാൽ സംസ്ഥാനത്തെ PSC ചെയർമാന് ശമ്പളം ഏതാണ്ട് 4 ലക്ഷത്തിലധികം, അലവൻസുകൾ അടക്കം 4 ലക്ഷത്തിലധികം ലഭിക്കുന്നു. അംഗങ്ങൾക്കും 4 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനേക്കാളും ശമ്പളം നൽകേണ്ട എന്ത് ജോലിയാണ് സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം കൂടിയാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ നിയമനത്തിന് വേണ്ടി, പാർട്ടികളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ നികുതി പണമെടുത്ത് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അതിൽ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ, തൊഴിലന്വേഷകർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്
ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതുമാണ് അതിൻ്റെ ഉത്തരം. അത്രയധികം ലിസ്റ്റുകളിൽ കൃത്യമായ നിയമനം നടക്കാതെ എഴുതി നീങ്ങുന്ന സാഹചര്യമുണ്ട്. പല വകുപ്പുകളും ഈ ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം പോലും സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴാണ് വർഷാവർഷം PSCയിൽ വഴി നിയമിതരാകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും കൂടിയാണ് ഇത്രയധികം ശമ്പളം ഈ PSC അംഗങ്ങൾക്കും ചെയർമാനുമൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. നിഖിൽ. ശരി പ്രജിത്ത്, PSC മെമ്പർമാരുടെ എണ്ണത്തിൽ UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായിരിക്കുകയാണ് കേരളം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് മോഹനൻ.